ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് നന്ദു. സോ ഇന്ന് ഒരു 2 ആഴ്ചത്തേക്ക് ശേഷം ഞാൻ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച എന്താ പറയുക, എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ മൂഡൊന്നും ഉണ്ടായില്ല. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഫേക്ക് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഫോഴ്സ് മൈ സെൽഫ്. അതാണ് ഫസ്റ്റ് തിങ്. അപ്പം ഓക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വിഷു ആണ്. ഇതെൻ്റെ വിഷുക്കൂടിയാണ്. ഞാൻ സ്വന്തമായിട്ട് എടുത്ത വിഷുക്കൂടിയാണ്. എന്താ അതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നത് ഇന്ന് വിഷു ആണ്. അപ്പോൾ ഹാപ്പി വിഷു. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എന്തായാലും വിഷു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് എ വണ്ടർഫുൾ സദ്യ ആൻഡ് വണ്ടർഫുൾ ഡേ. വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സോളോ വിഷു സംഭവമാണ്. ഞാൻ കൊച്ചിയിലാണ് ഫോർ 1 month. ഇപ്പോൾ കൊച്ചിയിലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിലോട്ട് പോയിട്ടില്ല. ഇവിടെയുള്ള പിള്ളേരൊക്കെ പോയിട്ടുണ്ട്. ഞാൻ PGയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ പോയി, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം. എറണാകുളം അമ്പലത്തിലാണ് പോകുന്നത്. കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടേതായ പരിപാടികളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടിയായിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഒരു സ്മോൾ ഇത് ഞാൻ പറയാം. അതായത് നമ്മൾ ആദ്യം അമ്പലത്തിൽ പോകുന്നു, പിന്നെ ലുലുവിൽ പോകുന്നു. മെട്രോ എടുത്തിട്ട് ലുലുവിൽ പോകാമെന്ന് വെച്ചു. ലുലുവിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു, കുറച്ച് കറങ്ങുന്നു, ഉച്ചയ്ക്ക് സദ്യ കഴിക്കാം എന്നൊരു പ്ലാൻ ഉണ്ട്. നടക്കുമില്ലയോ എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഒരു സദ്യ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിന് ശേഷം ഞാൻ വൈകിട്ട് ആലപ്പുഴ ജിംഖാനയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ലുലുവിൽ തന്നെ PVRൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫിലിമും കൂടി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു റൺ ഡൗൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ബിക്കോസ് വീട്ടിൽ എന്താ പറയുക, വീട്ടിൽ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. ഇവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ മേക്കപ്പ്. സിമ്പിൾ മേക്കപ്പ് ആണെന്ന് ഞാൻ പറയുന്നില്ല. സിമ്പിളാണ്, പക്ഷേ എപ്പോഴും ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ലാഗ് ആക്കട്ടെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ലുക്ക് അറ്റ് ദിസ് ഗ്ലോ. ഓ മൈ ഗോഡ്, വിഷുവായിട്ട് ദൈവം അറിഞ്ഞു തന്ന ഗ്ലോ ആണ്. ഇത് ഈ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ ഒട്ടും. അതായത് സാധാരണ ഒരിക്കലും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, രാവിലത്തെ ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു സൺറൈസ് ആ ഒരു ഗ്ലോ തപ്പി നടക്കാനാണ് പതിവ്. ഇന്ന് ഞാൻ വെറുതെ റൂമിൽ ഇരുന്നപ്പോഴത്തേക്കും ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ വിൻഡോ. എനിക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്താ ഫീൽ ചെയ്യുന്നത്? ഐ എം ഫീലിംഗ് ഹാപ്പി. ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി തിങ്സ്. ഉള്ളത് വെച്ച് സന്തോഷിക്കുക, അതാണ് എൻ്റെ മോട്ടോ. ഓക്കെ, നമുക്ക് പോവാം. ഞാൻ കുറേ നേരമായി പോവാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ സൺറൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്കൊന്നും പറയാനില്ല.
വൃന്ദാവൻ നമ്മുടെ അമ്പായരുണ്ട് ഗൈസ്, സദ്യ കഴിക്കുക എന്നുള്ള സംഭവം ഫ്ലോപ്പായി. ഞാൻ പാസ്ത കണ്ടപ്പോഴത്തേക്കും പാസ്തയിലോട്ടായി. ഞാൻ പാസ്തയിൽ ഉറപ്പിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് നേരെ ഫിലിമിന് കയറാമെന്ന് വെച്ചു. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. സദ്യ ക്യാൻസൽ. ഞാൻ പാരഗണിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല ഒടുക്കത്തെ ക്യൂ. അപ്പം അത് കാരണം പോയില്ല. പാസ്ത എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ കൊണ്ടുവച്ച സാധനമാണ്. ആക്രാന്തം കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാണ് സംഭവം. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അവർക്കായി പൊതുവീതികൾ തുറക്കപ്പെടുന്നു. കാരണം രാഷ്ട്രം അവരെ തടയുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ തിരിച്ചെത്തി, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഞാൻ വന്ന് കിടന്നുറങ്ങിപ്പോയി. എൻഡിങ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് സെൽഫ് ലവ് കാച്ചും കൂടെ എടുത്തിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് കാർഡ്. ഓക്കെ. Worrying does not take away tomorrow's troubles. It takes away today's peace. ഇത് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ എന്താ പറയുക ബോധേഡ് ആകുന്നു, അല്ലെങ്കിൽ കൂടുതൽ വറി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ലൈക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. ഐ നോ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഐഡിയൽ. പക്ഷേ നമ്മൾ വറി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടാനും പോകുന്നില്ല. അങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ എത്രത്തോളം വറി ചെയ്തോ അത്രത്തോളം നമ്മുടെ സമാധാനം പോകുന്നല്ലാണ്ട് ഒരു സൊല്യൂഷൻ അതിന് കിട്ടുമെന്ന് എനിക്ക് വലിയ ഒരു ഇത് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പ്രാന്തെടുത്ത് കിളി പോയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സാധാരണ ചെയ്യാറ് കുറച്ച് ടൈം എടുക്കും. വേറെ ഒന്നിനെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. മൈൻഡൊന്ന് ഡിസ്ട്രാക്റ്റ് ആക്കാൻ നോക്കും. പിന്നീട് എനിക്ക് ഒന്ന് സമാധാനപരമായിട്ട് ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക തലയിലൊരു സ്പേസ് കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കും അതിനെന്താണ് സൊല്യൂഷൻ എടുക്കാൻ പറ്റുക എന്നൊക്കെ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇറ്റ്സ് ഗോണ ബി എ ലോങ് പ്രോസസ്സ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഉറങ്ങി എണീറ്റ് ഉടൻ തന്നെ ഇങ്ങനെ മാറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുവന്ന് പതുക്കെ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും എന്താ പറയുക ആ ഒരു സൊല്യൂഷനിലെത്താനുള്ള ഒരു ഡ്യൂറേഷൻ ഇത്രയും ആവത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. വൺസ് അഗെയിൻ ഹാപ്പി വിഷു. ഇഫ് യു മെയ്ഡ് ടിൽ ദി എൻഡ്, കമൻറ്റ്
ഒരു പൂവിൻ്റെ ഇമോജി ലൈക്ക് സൺഫ്ലവർ ഇമോജി. യാ അതിട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ